വെൽക്കം ടു ബയോസോൺ സ്റ്റഡി. ഞാൻ രാജി. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ഒക്കേഴ്സ് ഇൻ സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും വെച്ചാണ്. അപ്പോൾ മൗത്തിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആർ കോൾഡ് പ്രോട്ടിയേസസ് ആൻഡ് പെപ്റ്റിഡേസസ്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടിയേസസും പെപ്റ്റിഡേസസും. പ്രോട്ടീനുള്ള ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. രണ്ട് അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ടാണ്. അമിനോ ആസിഡിലെ കാർബോക്സിലിക് ഗ്രൂപ്പും NH ഗ്രൂപ്പും കൂടെ ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ടെന്ന് നിങ്ങൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പെപ്റ്റിഡേസ് എന്നുള്ള ആ പേര് വന്നിരിക്കുന്നത്. ഓൾ ദി എൻസൈംസ് ആർ സെക്രീറ്റഡ് ഇൻ ഇനാക്റ്റീവ് ഫോംസ് കോൾഡ് പ്രോ എൻസൈം. അപ്പോൾ ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് എല്ലാം തന്നെ ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആ എൻസൈമിന് പറയുന്ന പേരാണ് പ്രോ എൻസൈംസ്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യാനുള്ള കാരണം? If the enzymes are secreted in active form, these would hydrolyze cellular and extracellular proteins of the organism. അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ എപ്പോഴും ഫുഡ് വന്നുകൊണ്ടിരിക്കുകയല്ലല്ലോ. അപ്പം ആക്റ്റീവ് ഫോമിൽ ഇതിനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെല്ലിനുള്ളിലും സെല്ലിന് പുറമേ ഉള്ള ധാരാളം പ്രോട്ടീനുകളുണ്ട്. അവയെ ഈ എൻസൈം ഡൈജസ്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് പ്രോ എൻസൈം ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതെപ്പോഴാണ് ആക്ടിവേറ്റഡ് ആവുന്നത്? ഒപ്റ്റിമൽ pH, ഒരു കറക്റ്റ് pH വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രോട്ടിയേസസ് ഫങ്ഷൻ നടക്കേണ്ടുന്നത് എവിടെയാണോ അവിടെ എത്തുമ്പോഴേ അത് ആക്ടിവേറ്റഡ് ആവത്തുള്ളൂ. നമുക്കിനി അലിമെൻ്ററി കനാലിൻ്റെ ഓരോ പാർട്സിലുമുള്ള ഡൈജഷൻ നോക്കാം. ഇൻ ദ മൗത്തിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നില്ല. സ്റ്റൊമക്കിലാണെങ്കിലോ, ഇൻ സ്റ്റൊമക്ക് ദ ഫുഡ് ഈസ് മിക്സ്ഡ് വിത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് മ്യൂക്കസ്, HCl ആൻഡ് 2 പ്രോ എൻസൈംസ് പെപ്സിനോജൻ ആൻഡ് പ്രോറെനിൻ. ഈസഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തുന്ന ഫുഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് മിക്സ് ആവുന്നു. ആ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എന്തൊക്കെയാണ്? മ്യൂക്കസ്, HCl, പിന്നെ 2 പ്രോ എൻസൈംസ് ഉണ്ട്, പെപ്സിനോജനും പ്രോറെനിനും. ഇതിൽ HClൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കില്ലിങ് ദ ബാക്ടീരിയം ഇൻ ദ ഫുഡ്. ഫുഡിലുള്ള ബാക്ടീരിയത്തിനെ കില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് HCl ആണ്. സ്റ്റോപ്പിംഗ് ദ ആക്ഷൻ ഓഫ് സലൈവ. മൗത്തിൽ വെച്ച് ഫുഡ് സലൈവയായിട്ട് മിക്സ് ആവുന്നുണ്ടല്ലോ, ആ സലൈവയുടെ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് HCl ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമെല്ലാം പ്രോ എൻസൈമായിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇങ്ങനെ പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്നത് HCl ആണ്. പ്രോറെനിനെ റെനിനാക്കി മാറ്റുന്നതും HCl ആണ്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡിങ് അസിഡിക് pH 1.8 എന്നുള്ള അസിഡിക് pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ HCl ആണ്. ഇനി ഓരോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ നോക്കാം. പെപ്സിനോജൻ, ഇറ്റ് ഈസ് ഫസ്റ്റ് ചേഞ്ച് ടു ആൻ ആക്റ്റീവ് എൻസൈം പെപ്സിൻ ബൈ HCl. അപ്പോൾ HCl ആക്റ്റീവായിട്ടുള്ള പെപ്സിനാക്കി മാറ്റുന്നു. പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻസ് ഇൻറ്റു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവായ പെപ്സിൻ പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റുന്നു? പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്നു. നോക്കി, പെപ്സിനോജൻ അതല്ല HCl ഫങ്ഷൻ ചെയ്തതിനെ പെപ്സിനാക്കുന്നു. ഇനി ഈ പെപ്സിൻ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്ത് പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്നു. പെപ്സിൻ ക്യാൻ ഡൈജസ്റ്റ് ഈവൻ കൊളേജൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് ബട്ട് നോട്ട് കെരാറ്റിൻസ് ഓഫ് ഹോൺ, ഹെയർ, സ്കിൻ, നെയിൽ എക്സെട്ര. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമിന് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സിലുള്ള പ്രോട്ടീനായിട്ടുള്ള കൊളാജനെ പോലും
ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ കെരാറ്റിൻ അതും ഒരു പ്രോട്ടീനാണ്. കൊമ്പ്, ഹെയർ, തലമുടിയിൽ, സ്കിന്നിൽ, നെയിലൊക്കെയുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പെപ്സിനില്ല. ഇനി അടുത്ത എൻസൈമാണ് പ്രോറെനിൻ. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു റെനിൻ ബൈ ഇൻ ദ പ്രസൻസ് ഓഫ് HCl. പ്രോറെനിനെ ആക്റ്റീവ് റെനിനാക്കി മാറ്റുന്നത് HCl ആണ്. റെനിൻ എന്ന് പറയുന്നത്, റെനിൻ ഈസ് ദ എൻസൈം ഫൗണ്ട് ഇൻ gastric juice of infants which helps in the digestion of milk proteins. ഇപ്പോൾ റെനിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് കാണപ്പെടുന്നത് ഇൻഫൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിലാണുള്ളത്. കാരണം ഇത് ഹെൽപ്പ് ചെയ്യുന്നത് മിൽക്ക് പ്രോട്ടീനായ കസൈൻ്റെ ഡൈജഷനാണ്. അപ്പം ഇൻഫൻസിൻ്റെ മെയിൻ ഫുഡാണല്ലോ മിൽക്ക്. അതിലുള്ള മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനാണിത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇനാക്റ്റീവ് ഫോമിലിരിക്കുന്ന ഈ പ്രോറെനിനെ HCl ആക്റ്റീവ് ഫോമായ റെനിനാക്കി മാറ്റുന്നു. ഈ റെനിനാണ് മിൽക്ക് പ്രോട്ടീനായ കസൈനെ പാരാകസൈനാക്കി മാറ്റി മിൽക്ക് പ്രോട്ടീൻ ഡൈജഷൻ നടത്തുന്നത്. ഇനി ഇൻഡസ്ട്രൈനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രോട്ടീൻ വരുന്നത് നോക്കാം. ഇൻ ദ ഇൻഡസ്ട്രൈൻ ദ chyme ഈസ് മിക്സ്ഡ് വിത്ത് 3 alkaline secretions: bile, pancreatic juice and intestinal juice. Bile and pancreatic juice are released through the hepatopancreatic duct. അപ്പം chyme ഡിയോഡനത്തിലെത്തി കഴിയുമ്പോൾ, ഇൻഡസ്ട്രൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡനത്തിലെത്തി കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡക്റ്റാണ് ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് ഡക്റ്റ്. അത് കൊണ്ടുവരുന്ന സെക്രീഷൻസാണ് ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും. chyme അവിടെ വെച്ച് ഇൻഡസ്ട്രൈനൽ ജ്യൂസുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ബൈലിൽ പ്രത്യേകിച്ച് എൻസൈംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോട്ടീൻ ഡൈജഷൻ അതിന് വലിയ റോളൊന്നും ഇല്ല. സെക്കൻഡ് വൺ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇപ്പോൾ 3 സെയിമാണ് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളത്: ട്രിപ്സിനോജനും, കൈമോട്രിപ്സിനോജനും, പ്രോകാർബോക്സി പോളിപെപ്റ്റിഡേസും. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ആക്ടിവേറ്റ് ആവേണ്ടത് ട്രിപ്സിനാണ്. ഈ ട്രിപ്സിൻ പോയാണ് ബാക്കി 2 ഇനാക്റ്റീവ് ഫോമിലിരിക്കുന്ന എൻസൈംസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ട്രിപ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡസ്ട്രൈനൽ മ്യൂക്കോസ സെക്രീറ്റ് ചെയ്യുന്ന എൻജിറോകൈനേസ് ആണ്. ഈ എൻജിറോകൈനേസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നു. ഇങ്ങനെ ആക്ടിവേറ്റ് ആയ ഈ ട്രിപ്സിനാണ് കൈമോട്രിപ്സിനോജനെയും പ്രോകാർബോക്സി പോളിപെപ്റ്റിഡേസിനും ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നത്. നോക്കിക്കേ, ഇവിടെ ട്രിപ്സിനോജൻ, പ്രോ എൻസൈമായിട്ടുള്ള ട്രിപ്സിനോജനെ എൻജിറോകൈനേസ് ട്രിപ്സിനാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ട്രിപ്സിൻ ദെൻ കൺവേർട്സ് കൈമോട്രിപ്സിനോജൻ ഇൻറ്റു കൈമോട്രിപ്സിൻ. കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കി മാറ്റുന്നു. ഇനി വീണ്ടും ട്രിപ്സിനാണ് പ്രോകാർബോക്സി പോളിപെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ 3 എൻസൈമും ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ ഈ ഫുഡിലുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പ്രോട്ടീൻസും പാർഷ്യലി ഹൈഡ്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടിയോസിസും പെപ്റ്റോൺസും ഇൻഡസ്ട്രൈനിൽ എത്തിക്കഴിയുമ്പോഴേക്കും അവിടുത്തെ പ്രോട്ടിയോളിറ്റിക് എൻസൈമായിട്ടുള്ള ഈ 3 എൻസൈമുകൾ ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പോളിപെപ്റ്റിഡേസും കൂടെ ചേർന്ന് അതിനെ എന്താക്കി മാറ്റുന്നു? ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. നോക്കി, പ്രോട്ടിയോസ്, പെപ്റ്റോൺസിനെ 3 എൻസൈം ട്രിപ്സിന്, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസും കൂടെ ചേർന്ന് ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. ഇത്രയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസിൻ്റെ ഫങ്ഷൻ. ഇനി അടുത്തത് ഇൻഡസ്ട്രൈനൽ ജ്യൂസ് അല്ലെങ്കിൽ സക്കസ് എൻഡറിക്കസ്. ഇറ്റ് ഈസ് ഓൾസോ ആൽക്കലൈൻ. ഇറ്റ് കണ്ടെയ്ൻസ് ദ എൻസൈം ഡൈപെപ്റ്റിഡേസ്. അപ്പോൾ ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള എൻസൈംസ് ആണ് ഡൈപെപ്റ്റിഡേസസ്. എന്തായിരിക്കും അതിൻ്റെ ഫങ്ഷൻ? ദിസ് എൻസൈം ക്യാൻ കൺവേർട്ട് ഡൈപെപ്റ്റൈഡ്സ് ഇൻറ്റു അമിനോ ആസിഡ്സ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. എന്തിനെ? ഡൈപെപ്റ്റൈഡിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ആരാണ് ഇവിടെ മാറ്റുന്നത്? ഡൈപെപ്റ്റിഡേസ് എന്ന് പറയുന്ന
ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള എൻസൈം. ഇത്രയാണ് പ്രോട്ടീൻ ഡൈജഷൻ. അതിൻ്റെ ഒരു സമ്മറി ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ 1.8 എന്നുള്ള pHൽ പ്രോട്ടീൻസിനെ പെപ്റ്റോൺസും പ്രോട്ടിയോസസും ആക്കി മാറ്റുന്നു. റെനിൻ 1.8 pHൽ മിൽക്ക് പ്രോട്ടീനായ കസൈനെ പാരാകസൈനാക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, ഈ 3 എൻസൈം 8.8 എന്നുള്ള pHൽ പ്രോട്ടീൻസിനെയും പ്രോട്ടിയോസസിനെയും പെപ്റ്റോൺസിനെയും ഡൈപെപ്റ്റൈഡ്സ് ആക്കി മാറ്റുന്നു. ഈ ഡൈപെപ്റ്റൈഡ്സിനെ ഇൻഡസ്ട്രൈനൽ ജ്യൂസിലുള്ള ഡൈപെപ്റ്റിഡേസ് എൻസൈം 8.3 എന്നുള്ള pHൽ എന്താക്കി മാറ്റുന്നു? അമിനോ ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അവിടെ ബോഡിക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക.